ഭാരതത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഇത് വായിക്കണം, പരമാവധി പ്രചരിപ്പിക്കണം. നോക്കൂ, അടുത്ത 1.5 വർഷം ഇന്ത്യയുടെ വിധിയാണ് നിർണ്ണയിക്കാൻ പോകുന്നത്. ഒപ്പം നിങ്ങളുടെയും നിങ്ങളുടെ ഭാവി തലമുറയുടെയും. ചൈന, പാകിസ്ഥാൻ, US-ലെ ഡീപ് സ്റ്റേറ്റ് എന്നിവ ഇന്ത്യക്കുള്ളിൽ അതിശക്തമായി പ്രവർത്തിക്കുന്നു. വിദേശപരതയുടെ ബുദ്ധി കൊടുത്ത പുത്രനാണ് അവരുടെ ചട്ടകം. നാം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ബംഗ്ലാദേശിന് സമാനമായ ഒരു തകർച്ച ഇവിടെ നമുക്ക് നേരിടേണ്ടി വരും. CIA ഓപ്പറേഷൻ ഡൈവേഴ്സൺ, ഡിസപ്ഷൻ, ഡിവിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അവസാനം അവർക്ക് മോദിയെ ഒഴിവാക്കണം. കുറച്ച് ദിവസങ്ങളിൽ ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ ECIക്കും സർക്കാരിനുമെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. ഡൽഹിയിൽ കോൺഗ്രസ് പ്രതിഷേധങ്ങൾ, ഇന്ത്യ വിരുദ്ധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പ്രചരണം വർദ്ധിപ്പിക്കുന്നു. ഇതാണ് സ്ഥിരം CIA ശൈലിയിലുള്ള അട്ടിമറി. ഈ സംസ്കാരം, കല, മതം എന്നിവയുടെ പേര് പറഞ്ഞ് ഒന്നിലധികം നഗരങ്ങളിൽ ഒരേ സമയം പ്രതിഷേധങ്ങൾ. ഓഹരി വിപണിയിൽ കൃത്രിമത്വം, നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഇളക്കാനും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും. രാജ്യത്തിനായി, അതിന്റെ ശോഭനമായ ഭാവിക്കായി, നിങ്ങളുടെയും മക്കളുടെയും കുടുംബത്തിന്റെയും സുരക്ഷയ്ക്കായി നിങ്ങൾ സ്വയം ഒരുങ്ങുക. നമ്മുടെ കൈവശം സ്മാർട്ട് ഫോണുകളുണ്ട്, ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്. അവർ രാജ്യത്തിനായി ഉപയോഗിക്കുക. സത്യങ്ങൾ തിരിച്ചറിയുക, നുണകൾ തുറന്നു കാട്ടുക, വ്യാജ വാർത്തകൾക്കെതിരെ നിൽക്കുക, മോദി സർക്കാരിനൊപ്പം നിൽക്കുക. കാരണം ഇപ്പോൾ നമ്മൾ പരാജയപ്പെട്ടാൽ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ നമുക്ക് നഷ്ടപ്പെടും. എല്ലാ മേഖലയിലും ഇന്ത്യയെ മഹത്തരമാക്കാൻ കാഴ്ചപ്പാടുള്ള നേതാവിനെ നമുക്ക് നഷ്ടപ്പെടും. ഇന്ത്യയുടെ ഉയർച്ച, വികസനം, ആഗോളതലത്തിൽ നേടിയ ബഹുമാനം എന്നിവ ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിനാലാണ് അവർ നമ്മെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ശക്തമായും സമാധാനപരവുമായ ഇന്ത്യ സമ്മാനിച്ചത് കഴിഞ്ഞ 10 വർഷം കഠിനാധ്വാനം ചെയ്ത മോദിയാണ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ നമ്മുടേതാണ്. ഏറ്റവും വലിയ ആയുധ പ്രതിരോധ കയറ്റുമതിക്കാർ ഇന്ത്യയാണ്. വിദേശ താല്പര്യങ്ങൾക്ക് അടിമപ്പെടാതെ സത്യം തിരിച്ചറിഞ്ഞ് നാം നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കേണ്ട സമയമാണിത്.